സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് പട്ടം ലഭിച്ചിട്ട് ഇന്നലേക്ക് 20 വർഷം തികഞ്ഞിരിക്കുകയാണ്. 20 വർഷക്കാലം ദൈവം എൻ്റെ ജീവിതത്തിലും എന്നിലൂടെ ദൈവജനത്തിന് നൽകിയ വലിയ ശുശ്രൂഷകൾക്കും സ്നേഹത്തിനും എല്ലാത്തിനും ദൈവത്തിന് നിങ്ങളോടൊത്ത് നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മിലൂടെ ദൈവത്തിൻ്റെ ജനത്തിന് ശുശ്രൂഷ ലഭിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും പൗരോഹിത്യത്തിൽ വിശ്വസ്തമായി മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. മനുഷ്യനായി അവതരിച്ച മിശിഹായി
പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്യുവാനും പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവേശ പരിപാവന ഭഗവാൻ
സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 9 മുതൽ വചനങ്ങൾ. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് കൂടി കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാൻ ഒരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെ ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്നും പോയി ബേർശേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയുടെ ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായിരുന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഹാഗാറും സാറയും നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുകയും നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൻ സീനായി മലയിൽ നിന്നുള്ളവൾ. അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഗാർ. ഹാഗാർ അറേബ്യയിലെ സീനായി മലയാണ്. അവൾ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമത്രേ. എന്തെന്നാൽ അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മളുടെ അമ്മ. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ നീ ആഹ്ലാദിക്കുക,
അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യും. എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. സഹോദരരെ, അതുകൊണ്ട് നമ്മുടെ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുകയും അടിമത്തത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. മിശിഹാരാജൻ തന്നൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസോസിൽ നാഥാ ജനതനീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു, മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറൂസലേം മുഴുവനും. താൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതിനനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി. കേരളത്തിലെ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരൻ്റെ പുസ്തകത്തിൽ ഒരു കൊച്ചു സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ദിവസം മനുഷ്യ എന്ന് പറയുന്ന 2 വയസ്സായിട്ടുള്ള കുട്ടിയെ ക്യാൻസറിൻ്റെ പരിശോധനയ്ക്കായി അവിടെ കൊണ്ടുവരുന്നു. ആ കൊച്ചിനെ കൊണ്ടുവരുന്നത് അവളുടെ വല്യപ്പനും വല്യമ്മയുമാണ്. വല്യമ്മയുടെ പ്രശ്നം അവിടെ താമസിച്ച് ഇതിൻ്റെ ചികിത്സ നടത്താമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയുള്ള ഭക്ഷണവും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ജീവിതവും ഒന്നും വല്യമ്മയ്ക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ഗംഗാധർ പറഞ്ഞു,
അവിടെ അടുത്ത് ചില വീടുകളുണ്ട്. അത് വാടകയ്ക്കെടുത്ത് നിങ്ങൾക്ക് സ്വന്തമായി അവിടെ താമസിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് അവളുടെ മമ്മിയെ കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ ഒപ്പം നിർത്തിക്കൂടാ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവൾ ദുബൈയിൽ നേഴ്സാണ്, അവൾക്കിപ്പോൾ തൽക്കാലം വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഡോക്ടർ പിന്നെയും പ്രതീക്ഷയോട് പറഞ്ഞു, നേഴ്സായിട്ടുള്ള മമ്മിയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും, അപ്പോൾ ലീവ് എടുത്തൊന്ന് വരികയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ വല്യപ്പൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവരൊക്കെ ചെറുപ്പമല്ലേ ഡോക്ടർ, ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവൾ അവിടെ ജോലി ചെയ്യുന്നത്. പിന്നീട് ആ കൊച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മരണമടയുകയാണുണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കഥയും പറയുന്നുണ്ട്. മുരുകൻ എന്ന് പറയുന്ന 3 വയസ്സായിട്ടുള്ള കുട്ടി, ആ കുട്ടിയെ ഇതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. അവൻ്റെ പ്രശ്നം, അവൻ്റെ അമ്മ ഗർഭിണിയായിരുന്നു. മുരുകൻ്റെ ഒപ്പം അവിടെ നിന്ന് മാറി നിൽക്കാൻ പോലും ആ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന അമ്മ ഗർഭിണിയായിരുന്നിട്ടും മുരുകനെ വലിയ രീതിയിൽ തന്നെ അവളെ കൊണ്ടാകുന്ന രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അവസാനം അവളുടെ ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞ് അവസാനത്തെ ആഴ്ചയാണ് അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് പ്രസവത്തിന് വേണ്ടി. പക്ഷെ ആ കുഞ്ഞ് ഇന്നും ജീവിക്കുന്നു എന്ന് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു. 2 തരത്തിലുള്ള മനോഭാവങ്ങളാണ് നമ്മളിവിടെ കാണുക. അതിൻ്റേതായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മനുഷ്യർക്ക് ഒരേ കാര്യത്തിന് തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാകും. അതൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതശൈലിയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ പലതരത്തിൽ പ്രതികരിക്കുന്ന മനുഷ്യരുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇതുപോലെയുള്ളൊരു പ്രതികരണങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. യേശു ബെത്ലഹേമിൽ ഭൂജാതനാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി എന്നാണ് പറയുക. അവന് മനസ്സിന് സ്വസ്ഥതയില്ലാത്ത രീതിയിൽ അതെവിടെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥനായി എന്നാണ് പറയുക. പക്ഷേ 3 ജ്ഞാനികൾ ചെയ്യുന്നത് ഈ സത്യദൈവം എവിടെയാണ് ജനിച്ചതെന്ന് അന്വേഷിച്ചറിഞ്ഞ് അതെങ്ങനെയെങ്കിലും കണ്ടെത്തി, ദൂരദേശത്ത് നിന്നായാൽ പോലും ഈ കുഞ്ഞിനെ കണ്ടെത്തി അവരാരാധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ ചെന്ന് സമ്മാനങ്ങൾ കൊടുത്ത് അവർ സന്തോഷിച്ചു അല്ലെങ്കിൽ ആഹ്ലാദിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുക. കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് ആഹ്ലാദമുണ്ടായത്. ഈ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ഇന്ന് കാണുക. 3 ജ്ഞാനികളുടെ 3 പ്രവൃത്തികൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ കാര്യം, അവർ അന്വേഷിച്ചു. സത്യദൈവമായ ക്രിസ്തു എവിടെയാണെന്ന് അകലെ നിന്ന് പോലും അവർ അന്വേഷിച്ച് കണ്ടെത്തി. അവസാനം അത് കണ്ടെത്തിയതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുക. ജെറമിയ 29-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ സാധിക്കും, അവൻ അവർക്ക് പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന അനുഭവമുണ്ട്. അതൊരു നക്ഷത്രമായി അവരുടെ മുമ്പിൽ വന്ന് അവനിലേക്ക് എത്തിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ദൈവത്തെ അന്വേഷിച്ച് അവനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം തന്നെ ഒരു നക്ഷത്രം വിനിയോഗിച്ച് ആ നക്ഷത്രവും നോക്കി അവനെ കണ്ടെത്താൻ സഹായിക്കുന്ന മനോഹരമായ ദൃശ്യം. 2ാമത്തെ പ്രവൃത്തി ആരാധിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവത്തെ അവർ ആരാധിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ സകല കഴിവുകളും സിദ്ധികളും മുഴുവൻ അടിയറ വെച്ച് ദൈവമാണ് എൻ്റെ നാഥനും രക്ഷകനുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ വണങ്ങുന്നതാണ്. എൻ്റെ കഴിവുകളൊന്നുമല്ല, നിൻ്റെ കഴിവുകളാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവനായിട്ടുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ വണങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ
ആരാധന. മൂന്നാമത് അവർ ചെയ്യുന്നത് അർപ്പണമാണ്. ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് നമ്മളൊക്കെ ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുക. ഈ മൂന്ന് ജ്ഞാനികൾ വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് നൽകുന്നത്. അവരുടെ തന്നെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയ ഓഹരി വിറ്റുകൊണ്ടാണ് ഈ പൊന്നും മീറയും കുന്തുരുക്കവും ഒക്കെ ഇന്നത്തെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായ എൻ്റെ ദൈവത്തിന് പൂർണ്ണമായി കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ് ആ സമ്മാനങ്ങൾ. തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് ഈ മൂന്ന് ജ്ഞാനികൾ അവിടെ ചെയ്യുന്ന ഈ അടയാളങ്ങൾ. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ്: അന്വേഷണവും ആരാധനയും അർപ്പണവും. മറിച്ച് അതേസമയം നമ്മുടെ ഹെറോദേസ് രാജാവിനുണ്ടാകുന്നത് അസ്വസ്ഥതകളാണ്. ഹെറോദേസ് രാജാവിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾക്ക് ഉണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഹെറോദേസ് രാജാവ് അവിടെ കാണിക്കുക. ഒന്നാമതായി അവർ ചെയ്യുക മറ്റു വ്യക്തികളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടും. ക്രിസ്തുവോടെ ജനിക്കുന്നത് കൊണ്ട് ഹെറോദേസ് രാജാവിൻ്റെ അധികാരത്തിനൊന്നും തന്നെ അവിടെ കുറവ് സംഭവിക്കുന്നില്ല. പക്ഷേ അനാവശ്യമായി അവിടെ ഇടപെടുന്ന ഹെറോദേസിനെയാണ് നമ്മൾ കാണുക. രണ്ടാമതായി നമ്മൾ കാണുക അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കും. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പറയുന്നത് പോലെയുള്ള രീതികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മൂന്നാമതായി അവർ ചെയ്യുക സ്വന്തം കാര്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്ന അവരെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയിലേക്ക് അവർ മാറും. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരൊക്കെ എന്നുള്ള ഒരു ചിന്തയിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ക്രമപ്പെടുത്തി അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം തിന്മയുടെ ശക്തികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തയും തന്നെയാണ്. നാലാമതായി ഇവർ ചെയ്യുക തൻ്റെ പരിധിക്കോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കോ അവർ വശമതരാകുന്നില്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ചെയ്തോ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് തിന്മയുടെ ശക്തികളുടെ പ്രത്യേകത. അനാവശ്യമായി ഇടപെടുകയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം പറ്റാതെ വരുമ്പോൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഹെറോദേസ് എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ തലങ്ങളിലേക്ക് വരുമ്പോൾ അത് കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ മേഖലകളിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഇതുപോലെയുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ എന്തുമാത്രം സുതാര്യമാണ്, എന്തുമാത്രം ശുദ്ധമാണ് എന്നൊക്കെ ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ട ദിവസമാണിന്ന്. മൂന്ന് ജ്ഞാനികളെപ്പോലെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് അവനെ ആരാധിക്കുകയും മുഴുവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ശൈലിയാണോ, അതോ ഹെറോദേസ് രാജാവിനെ പോലെ മറ്റുള്ളവരെ നശിപ്പിക്കാനും അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനുമുള്ള ഒരു രീതിയാണോ നമ്മളൊക്കെ അവലംബിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവികമായിട്ടുള്ള യഥാർത്ഥ ശക്തിയും സ്വാതന്ത്ര്യവും ദൈവത്തിൽ നിന്ന് തന്നെ സ്വീകരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ നന്മകളിൽ എപ്പോഴും സന്തോഷിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൃപ നിറഞ്ഞതാകുക. നന്മകൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന മനസ്സാണ് ജ്ഞാനികളുടേത്. പക്ഷേ മറ്റുള്ള മനുഷ്യർക്ക് നന്മകൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ മനസ്സിൽ കൂടുതൽ ഇരുളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെറോദസിൻ്റെ പക്ഷത്താണ്. ധൂർത്തപുത്രൻ്റെ ഉമ്മയിൽ നമ്മൾ കാണും. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്തമകൻ വയലിലായിരുന്നു. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്തമകന് അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത്. അവന് എന്തിനാണ് ഇത്രമാത്രം ആഘോഷങ്ങൾ നൽകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന, സ്വന്തം പിതാവിനെ പോലും ചോദ്യം ചെയ്യുന്ന മൂത്ത മകനെ നമ്മൾ കാണും. കയൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ആബേൽ നന്മകൾ മാത്രം ചെയ്യുമ്പോൾ കായൻ തിന്മകൾ ചെയ്ത് അവസാനം അവനെ കൊല്ലുന്ന കാഴ്ച. ഇത് ബൈബിളിൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. നന്മകൾ കണ്ട് അതിൽ സന്തോഷിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥകളിലൊക്കെ നമ്മൾ ഹെറോദോസുകളായി മാറുകയാണ്. മറ്റുള്ളവരുടെ നന്മകളിൽ
സന്തോഷിക്കാനും ആത്മാർത്ഥമായി അവരെ അഭിനന്ദിക്കാനും വളർത്തുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് മനുഷ്യനായി പ്രഥമ സിംഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. വിനീതരായ ആട്ടിടരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരെയും സത്യത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുകുമാരന്റെ മനുഷ്യാവതാരം വഴിയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസയുടെ വാതിൽ തുറന്നു വരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏകജാതനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പ്രഥമ ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെയും ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ നമുക്ക് എല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും ചേർന്ന് ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സ്വർഗ്ഗത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും നാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും
എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ സ്വർഗത്തിൽ നിന്നിറങ്ങി. സഹിക്കുകയും സേവാർത്ഥനപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാഗ്യസ്മാരമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ പരസ്പര സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത തന്റെ മധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൃഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരക
കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. എൻ്റെ നയനങ്ങൾ ദർശിച്ചു. കർത്താവിനെ ഇന്നു ഞാൻ അഭിമുഖം കണ്ട ഈ സ്ഥലം എത്ര മനോഹരം! ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കർത്താവെ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. വാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച അങ്ങയുടെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ വർഷം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. എന്റെ പാപം
കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും പിതാവിനെ സമീപിക്കാം. ആദർശത്തോടെയും അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും ഉപസരണത്തിന്റെയും നാഥനായ ദൈവത്തോടും കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പെരുന്നാളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് സത്യദൈവമായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അർപ്പണബോധത്തോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന നേരത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാൻ
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എല്ലാ തലമുറകളും നിന്റെ പ്രവർത്തികൾ ഉദ്ഘോഷിക്കുകയും നിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരമോടെയും മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാം.
അവർ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങൾക്ക് നൽകിയ സ്നേഹാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജ്ഞാനികൾ സമർപ്പിച്ച കാഴ്ചവസ്തുക്കൾ പോലെ ഞങ്ങളുടെ ബലിയും അങ്ങേക്ക് സ്വീകാര്യമാകട്ടെ. മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിൻ്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണുവാനും അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാനും ഞങ്ങൾക്ക് ഇടവരുത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണ പാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണ ചൊല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാര് തുവലം ഭാഗം നമ്മൾ കരുണട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിരശ്വരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എനിക്കറിഞ്ഞു. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന ഞങ്ങളുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുതൽ പതിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും ഞങ്ങൾ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലെത്തി സൗഭാഗ്യത്തിൻ്റെ മകളുമായി ലൗകികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, അറിയിപ്പുകൾക്കായി നമുക്കിരിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച ഫസ്റ്റ് കളക്ഷൻ $731, സെക്കൻഡ് കളക്ഷൻ $290. നമ്മുടെ കാറ്റഗൈസം കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇയർ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള
കുട്ടികളുടെ മാർക്കുകൾ 70% ആനുവൽ എക്സാമിൽ നിന്നും അതോടൊപ്പം തന്നെ 30% ഹാഫ് ഇയർലി എക്സാമിൽ നിന്നുമാണ്. അങ്ങനെയാണ് അത് 100% ആക്കിയിരിക്കുക. അവരുടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഹാഫ് ഇയർലി എക്സാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇയർ 5 to 10 എന്നീ കുട്ടികളുടെയും മാർക്ക് ഇതുപോലെ തന്നെയാണ്. ഫൈനൽ എക്സാമിൻ്റെ 70%, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടേമിൻ്റെ അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാമിൻ്റെ 30% മാർക്കും കൂടി ഒരുമിച്ചാണ് ഗ്രേഡുകൾ നിശ്ചയിച്ചിരിക്കുക. നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ഗ്രേഡുകൾ മാത്രമാണ്. മാർക്കുകൾ ആയിട്ട് നമ്മൾ അവരുടെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, മറിച്ച് അതിൻ്റെ ഗ്രേഡുകൾ മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിച്ച് അവരവർക്ക് അവരുടെ ആൻസർ പേപ്പറുകൾ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അവരവരുടെ മാത്രമുള്ള ആൻസർ പേപ്പേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റുള്ളവരുടെ കാണാൻ ചോദിക്കരുത്. അവരവരുടെ മാർക്കുകളും ആൻസർ പേപ്പറുകളും നോക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്തത് മാർക്കുകൾ അതത് ക്ലാസ് ടീച്ചേഴ്സ് ഇട്ട് കഴിഞ്ഞ് അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു ടീച്ചർ കൂടി അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മാർക്കുകൾ നിശ്ചയിച്ച് അത് ഗ്രേഡ് നിശ്ചയിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കൂട്ടുന്നതിനെ കുറിച്ചും കുറയ്ക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അതിനെപ്പറ്റി ബോധേടാവേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുക. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പ്രാഗൽഭ്യമുള്ളവർ തന്നെയാണ്. അവരുടെ വലിയ സേവനത്തിനും ത്യാഗത്തിനും ഈ ഒരു വർഷം അവർ ചെയ്ത വലിയ അധ്വാനത്തിനും, പ്രത്യേകിച്ച് ഓൺലൈൻ പഠനങ്ങളായിരുന്നു, അപ്പോൾ ഒരുപാട് സമയം അതിനുവേണ്ടി അവർ വിനിയോഗിച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറേയധികം സമയം അതിനു വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വലിയ ത്യാഗത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവരെ നയിച്ച നമ്മുടെ ഹെഡ് മാസ്റ്ററായ തോമസ് ചാക്കോ മാഷിനെയും വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നാട്ടിലേക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റാത്തതുകൊണ്ട് പാടിയച്ചൻ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ചതാണ് ഒരു അർത്ഥത്തിൽ. 2 ആഴ്ചയെങ്കിലും എവിടേക്കെങ്കിലും പോയി മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. ഇവരുടെ ഓസ്ട്രേലിയൻ രീതി അനുസരിച്ച് 1 കൊല്ലം കഴിഞ്ഞാൽ 30 ദിവസം ലീവ് എടുക്കണമെന്നുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ആഴ്ചത്തേക്ക് ആർമിഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്. അവിടെ നമ്മുടെ പഴയ ജെറാർഡ് ഹെന്ന പിതാവ് അവിടെയാണ് താമസിക്കുക. അപ്പോൾ ബോബി എന്ന പിതാവിനെയും കാണുന്നതായിരിക്കും. 2 ആഴ്ച നമ്മുടെ വിശുദ്ധ കുർബാന വേറൊരു അച്ഛൻ വന്നാണ് അർപ്പിക്കുക. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴാഴ്ചകളിലെ ആദ്യ 2 വ്യാഴാഴ്ചകളിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ജനുവരി 15-ാം തീയതിയാണ് ഞാൻ തിരിച്ചു വരിക. നിങ്ങൾക്ക് ഫോണിലൂടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാടിയച്ചൻ വേറൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ക്രിസ്മസ് കുർബാന ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്തി. അവരുടെ വിശുദ്ധ കുർബാനകളും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ ആൾക്കാർ കൂടുതൽ ചെറുപ്പമായതുകൊണ്ടും അവരുടെ ആൾക്കാർ മുടി നരച്ചവരായതുകൊണ്ടും അവരുടെ ഓഡിറ്റോറിയത്തിലെ കസേരകളൊന്ന് ക്രമപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒഴിവുള്ളവർ, സന്മനസ്സുള്ളവർ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് നിന്നാൽ നമുക്ക് ആ കസേരകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കാൻ സാധിക്കും. അപ്പോൾ സന്മനസ്സുള്ളവരൊന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പറ്റുമെങ്കിൽ ചെല്ലുകയാണെങ്കിൽ നന്നായിരിക്കും. കുർബാന കഴിഞ്ഞ് 10 മിനിറ്റ് ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.